ഓണസദ്യയിൽ ഇത്തവണ ഞാൻ ഉണ്ടാക്കിയ ഒരു പൈനാപ്പിൾ കറിയുടെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓണം കഴിഞ്ഞാലും അത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു വലിയ പൈനാപ്പിളിൻ്റെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ നേന്ത്രപ്പഴം. ഇത് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. ഇതിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങും കേട്ടോ. ഒരു പകുതി വേവാകുമ്പോൾ തുറന്ന് നമുക്ക് ശർക്കരയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കരയുടെ നീര് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്തോരം പൈനാപ്പിളും പഴം എടുക്കുന്നോ അതിനനുസരിച്ച് മധുരം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ശർക്കര നീര് പഴത്തിലോട്ടും പൈനാപ്പിളിലോട്ടും നല്ലോണം അവിടെ ഇരുന്ന് പിടിച്ചോട്ടെ. തീ കുറവിലിട്ട് അതങ്ങോട്ട് വേവിക്കുക. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയി വരുന്നത് ഈ തേങ്ങയുടെ വറവാണ് കേട്ടോ. ഈ തേങ്ങ വറുക്കാൻ നമ്മൾ എടുക്കുന്നത് നെയ്യാണ്. നെയ്യിൽ ഇതേപോലെ നല്ലോണം തേങ്ങ വറുത്തെടുക്കുക. ഏകദേശം ഒരു ബ്രൗൺ നിറം ആവുന്ന വരെ വറക്കണം കേട്ടോ. തേങ്ങ വറക്കണ സമയം കൊണ്ട് നമ്മുടെ പഴവും പൈനാപ്പിളും അവിടെ നല്ലപോലെ ഇരുന്ന് വെന്തിട്ടുണ്ട്. ഈ കറിയിലോട്ട് നമ്മുടെ ഈ തേങ്ങയുടെ വറവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കശുവണ്ടി ഉണ്ടെങ്കിൽ ഈ തേങ്ങ വറക്കുന്ന കൂട്ടത്തിൽ തന്നെ കശുവണ്ടിയും കൂടെ വറുത്തിട്ടാൽ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലോട്ട് കടുകും കറിവേപ്പിലയും വറുത്തിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇതും നമ്മൾ വറക്കാൻ ഉപയോഗിക്കുന്നത് നെയ്യ് തന്നെയാണ്. ഈ കറിയുടെ മെയിൻ ഹൈലൈറ്റ് നെയ്യ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.